ഉണ്ട്. അത് ഇഞ്ചിക്കറി, ഇത് ക്യാബേജ് തോരൻ, ഇത് മധുരക്കറി, പൈനാപ്പിൾ കറി, അത് അവിയല്. കടുപ്പപ്പെട്ട കാര്യങ്ങൾ എന്നതാ ചെയ്ത് ഈശോയെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം. നമ്മുടെ ഓണത്തിൻ്റെ പ്രധാനപ്പെട്ട കറികളിൽ ഒന്നായി ഇഞ്ചിക്കറി ഉണ്ടാക്കുക കേട്ടോ. ഇഞ്ചിക്കറി പുളിയിഞ്ചി എന്നൊക്കെ പറയും. അത് തലേദിവസം ഉണ്ടാക്കി വെച്ചേക്കാവല്ലോ എന്ന് ഓർത്തുകൊണ്ടാണ്. എല്ലാം കൂടെ നാളെ പറ്റിയില്ലല്ലേ, ഇത് തലേദിവസം ഉണ്ടാക്കി വെക്കുന്നതാണ് നല്ലത് ഇഞ്ചിക്കറി. അതുകൊണ്ട് കുറച്ച് ഇഞ്ചി എടുത്ത് അരിഞ്ഞിട്ടുണ്ട്. എന്തോരമൊന്നുമില്ല, എനിക്കൊരു ഉദ്ദേശം വെച്ച് കുറച്ചെടുത്തു, അരിഞ്ഞു. ഇനി എണ്ണയിൽ വറുത്ത് കോരുക. ബാക്കി ഇതിൻ്റെ ഇഞ്ചിക്കറിയുടെ ചേരുവകളൊക്കെയാണ്. ഞാൻ ഇച്ചിരി കൊപ്ര തേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കും കേട്ടോ. എല്ലായിടത്തും ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇത് ഇഞ്ചിക്കറിക്ക് വേണ്ട ശർക്കര, വേണ്ട കുറച്ച് പുളി, വാളംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടെ, ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുക, മുളകുവേ. ഇഞ്ചി വറുത്തെടുത്തോണ്ടിരിക്കുകയാണ്. അതാണ് ഇഞ്ചിക്കറി ഉണ്ടാക്കണേ. ഇഞ്ചിക്കറി ജോമോളവിടെ ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്. ഓണത്തിനുള്ള ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നുണ്ട്. അമ്മയില്ലേ? അമ്മയ്ക്ക് ഇഞ്ചിക്കറി അറിയാമോ? അമ്മയും ഉണ്ടാക്കിയിട്ടില്ല. ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടൊക്കെ ഉണ്ട്. ഇഞ്ചിക്കറി എല്ലാ വർഷവും എല്ലാ വർഷവും ഓണത്തിന് ഉണ്ടാക്കുന്ന പ്രത്യേകിച്ചായിട്ടും വേണ്ട. വേണ്ട എല്ലാ കൂട്ടും എല്ലാം നമുക്ക് എല്ലാം ലോകാരംഭം മുതലുള്ള അത് പിന്നെ കൂടി വന്നതല്ലാതെ കുറഞ്ഞിട്ടില്ല. മനുഷ്യർക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ സാഹചര്യങ്ങൾ. ഇപ്പൊ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ എന്നോട് കൂടുന്നുണ്ടോ? ഇഞ്ചിക്കറിയേ ഉണ്ടാക്കാൻ എന്റെ കൂടെ കൂടുന്നുണ്ടോ? പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ. ഇഞ്ചിക്കറി ഇത് മാത്രം ഞാൻ കൂടണം. ഓ, പാടൊന്നും ഇല്ലല്ലേ? ഒത്തിരി ഒന്നുമില്ല. ഒത്തിരി പാടൊന്നും ഇല്ല കേട്ടോ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ. ഒന്നുമില്ല, ഒരു പാടുമില്ല എന്നാണ് അമ്മ പറയുന്നത് അല്ലേ? അത് കുറച്ച് വേണം, അത് കുറച്ച് മതി. കുറച്ച് മതി. അത് അരിഞ്ഞെടുത്തിട്ട് അത് നല്ല പാകത്തിനെടുത്താൽ മതി. പാകത്തിന് വറുത്തെടുക്കണം. വെച്ചോണ്ട് എത്ര നാള് വേണേലും കൂട്ടാവുന്ന. അതൊക്കെ ഓർമ്മയുണ്ട്. എത്ര രൂപ കൊടുത്ത് മേടിക്കണ ഇറച്ചിയോ മീനോ പോലെ അല്ല. കൂട്ടിയ ഫലം ഉണ്ട്. മറ്റേത് ഒന്നും കൂട്ടി രണ്ടാമത്തെ കൂട്ടാവും പിന്നെ വേണ്ട, ചീത്തയാവും. അതുകൊണ്ട് തലേദിവസം നാളെ ഓണവാ, നമ്മൾ ഇന്നേ തലേദിവസം ഉണ്ടാക്കി വെക്കുക ഇഞ്ചിക്കറി. അത് ഇറച്ചിയുടെ ഒന്നും തലേ കൂട്ടണം, തൂക്കണ്ട. ഇഞ്ചി ഇതേ വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഉടനെ ഇതൊക്കെ കോരി എടുക്കുവാണേ. ഇഞ്ചി വറുത്ത് കോരിയേ. ഇനിയിപ്പം നമ്മുടെ തേങ്ങ കൊത്ത് അത് ഇടുവാണേ. ഇത് ഈ കൊപ്ര തേങ്ങ എന്തിനാണ് എടുത്തതെന്ന് ചോദിച്ചാൽ, ഇത് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇതിനകത്ത് ജലാംശം കുറവാണ്, അതുകൊണ്ടാണ് കേട്ടോ. തേങ്ങയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതിനകത്ത് വെള്ളമയം ഉണ്ടല്ലോ, അത് നമുക്ക് വറുത്തെടുക്കാൻ താമസം വരും. ഇത് പെട്ടെന്ന് നമുക്ക് ആയി കിട്ടും. തേങ്ങ ഉണ്ടോ പെട്ടെന്ന് വറുത്തെടുത്തു കേട്ടോ. അത് ഈ കൊപ്ര തേങ്ങ ഇട്ടാണല്ലോ, അങ്ങനെയാണ്. അടുത്തതേ ഉള്ളി, ചെറിയ ഉള്ളി, ഒരു പച്ചമുളക് അരിഞ്ഞ്, ഇച്ചിരി കറിവേപ്പിലയും കൂടെ അതും കൂടെ ഒന്ന് വറുത്തെടുക്കണം. ഇച്ചിരി വറക്കണ്ട, ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പം നമ്മൾ ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ നമ്മൾ കോരി എടുക്കുവാണ്. ഈ കൂട്ടത്തിലോട്ട് കോരി എടുക്കുക. ഇതെല്ലാം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് അരഞ്ഞു പോരുത്, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിന് നമ്മൾ ഇതിൻ്റെ ബാക്കിയുള്ള ചേരുവകളൊക്കെ ചേർക്കാൻ. കടുക് പൊട്ടിക്കാവേ, കുറച്ച് കടുക് ഇടുവാണേ. നമ്മൾ ഭയങ്കര മഴയാന്ന് പറയുന്നതൊന്നും ഇപ്പം ഇല്ല. ഇനിയും മഴയായിട്ട് വരുക. ഇടി മഴയൊന്നും ഇല്ലമ്മേ, മഴ ഇടയ്ക്ക് പെയ്യുന്നു പോകുന്നു. ഇപ്പം നല്ല വെയിലാണ് തെളിയുന്നത്. അതുകൊണ്ട് കാര്യമില്ല. മഴ വരും അല്ലേ? എന്നാലും വെയിലുള്ളതുകൊണ്ട് ഉടനെ മാറിപ്പോകും. ഉടനെ വെയിലല്ലേ.
കടുക് നമ്മുടെ പൊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതേ വറ്റൽ മുളക്, കറിവേപ്പില ഇതിട്ട് മുപ്പിക്കുക കേട്ടോ. ഇവിടെ മതി കേട്ടോ. ഇത് ഞാൻ തീ ഓഫാക്കി കേട്ടോ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. കുറച്ച് മതി. എരിവ് എന്തോരം ആവശ്യമുണ്ടോ അതനുസരിച്ച്. നമ്മളൊരു പച്ചമുളകും ചേർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് പേടിയാണ്, ഇവിടെ എരിവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇച്ചിരി പേടിയുണ്ട്. ഇഞ്ചിക്കൊക്കെ ആയാലും ഇച്ചിരി എരിവുണ്ടല്ലോ, അതുകൊണ്ട് കുറച്ച് ചേർത്താൽ ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി. ആയവേ പല കാര്യങ്ങളും നടത്താനുള്ള ശാസ്ത്രം അവിടെ ഉണ്ടല്ലോ. എല്ലാം കൂടെ ഒന്ന് നോക്കിച്ചെടുക്കട്ടെ. മുളക് പൊടിയൊക്കെ ഇത് മതിയോ? വാ, നമ്മൾ വെള്ളത്തിൽ കുതിർത്താൻ വെച്ചിരുന്ന പുളിയാട്ടോ. അത് നമ്മൾ പിഴിഞ്ഞെടുക്കുവാണേ. പിഴിഞ്ഞെടുത്ത് ഇതിൻ്റെ കൂടെ പുളിവെള്ളം നമ്മൾ ഒഴിക്കുക കേട്ടോ. ഇച്ചിരി കൊഴുപ്പ് കൂടിപ്പോയി, വെള്ളം കൂടുതൽ ഒഴിക്കണം. ചരിച്ചൊഴിച്ചേക്കും. അതിനകത്ത് ചിലപ്പം കല്ലൊക്കെ കാണും. നമ്മുടെ വീട്ടിലെ പുളിയൊന്നുമല്ല, നമ്മൾ വാങ്ങിച്ചതാണ് കടയിൽ നിന്ന്. ഉണ്ടോ ഏതാണ്ടൊക്കെ കരടൊക്കെ ഉണ്ട് ഇതിനകത്ത്. വറുത്തെടുത്ത ഇഞ്ചി, ഉള്ളി, പച്ചമുളക്, തേങ്ങ ഇതെല്ലാം കൂടെ ഒന്ന് പതുക്കെ ഒന്ന് ചതച്ചെടുക്കും. ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ടുണ്ട്. പുളിവെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് പുളിവെള്ളം ഒഴിച്ചു. അതിന് തിളച്ച് കഴിയുമ്പം നമ്മൾ ഈ വറുത്ത് വെച്ചിരുന്ന എല്ലാം കൂടെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട് കേട്ടോ. ആ കൂട്ട് ഇതിലോട്ടിട്ട് തിളപ്പിച്ച് നട്ടെടുക്കും. അമ്മ ഇപ്പം വീട്ടിൽ പോകാനുള്ള തുടങ്ങുന്നുണ്ട്. ആ ചെറുക്കൻ എന്തോ അമ്മച്ചി കാണിക്കുന്നത്? പോകാനും ആരാ കൊണ്ടുവന്നെ? ഇപ്പോൾ പോകാൻ വീട്ടോട്ട്. എവിടെ പോവാനാ? എവിടെ പോവാനാ? നമ്മുടെ വീട്ടിലോട്ടെ. എന്തിന്? വീട്ടോട്ട് പോകണം. നമ്മുടെ വീട് ഇതാ. ആ ഈ ഇവിടെ അത് പറഞ്ഞ് ഇന്നോട്ടാവേ ഈ വീട് ചീത്തയാണോ? എത്ര നാൾ ജീവിക്കാമെന്ന് എന്നാലും അറിയാം. ഈ വീട് ചീത്തയാണോ കുട്ടി? വെള്ളമെല്ലാം തുളച്ചേ അരപ്പ് നീ ഇത് ഇടുവാണ് ചതച്ച് വെച്ചത്. കുട്ടിയമ്മേ, ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നത് കാണാൻ വന്നതാണോ? എന്തോ ഇഞ്ചിക്കറിയേ ഉണ്ടാക്കുന്നത് കാണാൻ വന്നതാണോ? ശർക്കര കേട്ടോ, ശർക്കര ശർക്കര. ഇഞ്ചിക്കറിയേ ഇഞ്ചിക്കറിയോ? ആ ഉണ്ടാക്കുന്നത് കാണാൻ വന്നതാണോന്ന്. ഇല്ല. ആ പിന്നെ എന്നെ ഇങ്ങനെയൊക്കെ നടക്കണേ? അതെന്തിനാ ഞാൻ കാണാൻ പറ്റും? ആ അല്ലിപ്പോ ഇവിടെ വന്നോണ്ട് ഞാൻ ചോദിച്ചതാ. ഒരു മൃഗത്തിനെ ഒരു മൃഗം കയ്യിലാണ് തൈലെ കൊണ്ട് വന്ന മൃഗോ? ഒരാട്. എന്നിട്ട് എത്തി എവിടെ കെട്ടിയല്ലോ? തൈലെ കൊണ്ട് കെട്ടി. എവിടെ കൊണ്ട് കെട്ടി? അവിടെ കൊണ്ട് കെട്ടി. എവിടെ? മഴ നടിയാലാതെ കൂട്ടിലോ? നമുക്കിവിടെ ആടില്ലമ്മേ. കൂടിന്റെ അവിടെ ആയിട്ട്. നമുക്കേ ആടില്ല. ആടി ഇല്ലേ? ആ അതൊരു നിങ്ങളെ വളർത്തുമ്പോ ഉണ്ടായേ. അതാരെ വളർത്തുന്ന ഇനി? അങ്ങനെയല്ലേ ഉണ്ടാവണം. ആരും ഇവിടെ വളർത്തുന്നില്ലെന്നേ. അല്ലാതെ ചുമ്മാ ഇനി ഉണ്ടാവുമല്ല. കഷ്ടപ്പെട്ട് വളർത്തണം. ആ അതൊക്കെ ശരിയാ. പൈസയും കൊടുക്കണം, തീറ്റയും കൊടുക്കണം, കുടിയും കൊടുക്കണം, എല്ലാം ഉണ്ട്. ഇതൊക്കെ നമ്മൾ നോക്കിയാലേ പറ്റുള്ളൂ. ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് പല തരത്തിലൂടെ വീട്ടിലോട്ട് കൊള്ളാമല്ലോ. ഇവിടെ കത്താണ്. ഇച്ചിരി ഉപ്പും കൂടെ വേണം. ഇച്ചിരി ഉലുവാപ്പൊടി ഇടണം. ഇച്ചിരി ഉലുവാപ്പൊടിയും കൂടെ വേണം. ഉലുവാപ്പൊടി അവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങാവെള്ളം കുടിച്ചാമേ? അത് ഞാൻ വരാം. അമ്മയ്ക്ക് വേണോ? എനിക്ക് തന്നാൽ ഞാൻ തിന്നും. ആ എന്നാ ഞാൻ തരാം. നേരത്തെ ഇന്നലെ കൊടുത്തായിരുന്നു. ദോഷമില്ല, ആ എന്നാ തരാമേ. രോഗവും ഇല്ല. ആ ഒരു സൂപ്പറാട്ടോ. ഇഞ്ചിക്കറി സൂപ്പറാണേ. എന്നാ അമ്മയ്ക്ക് ഇച്ചിരി ഇഞ്ചിക്കറി തരാം. ബാ ടേസ്റ്റ് നോക്കാൻ. എന്നാ ഇതൊന്ന് ടേസ്റ്റ് നോക്കിയേ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? എരിവോ? അയ്യോ മധുരമുണ്ടോ? അത് പേരുള്ളൂ.
ഇച്ചിരി ഉള്ളൂ. ഉപ്പുണ്ടോ? ഏ? ഉപ്പുണ്ടോ? ഉപ്പൊക്കെ ഉണ്ട്. പുളിയുണ്ടോ? ഏ? പുളിയുണ്ടോ? പുളിയുണ്ട്, ഉപ്പും ഉണ്ട്. നല്ലതാണോ? ഏ? നല്ലതാണോ? ആ, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ അതിനുമാത്രം നല്ലതിന്ന് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് തിന്നാനുള്ളതല്ലേ അല്ലേ? ഓരോ സാധനത്തിന് ഇതുപോലെയുള്ള രുചിയും ഇതൊക്കെ വരുള്ളൂ. അതോ ലോകത്തിലുള്ളൂ. നമ്മളെ കുറെ നട്ടു വരുന്ന പ്രാർത്ഥിക്കുകയും എരിവുണ്ട്, മധുരമുണ്ട്. എന്നാ മതി, നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി കേട്ടോ. ഇച്ചിരിയുടെ മധുരം. മധുരോ? അതല്ല, ഇച്ചിരി കൂടെ കൂടുതൽ ഞാൻ കൊടുക്കാം, എടുക്കട്ടെ ഇത്. വേണ്ട. ഇതാ കുഴപ്പം, ഇതാ കുഴപ്പം. രുചിക്ക് വേണ്ടെന്ന്. വേറും കരിക്ക് ഇറങ്ങി നടക്കണേ, ചെരിപ്പെടാതെ നടക്കണത്. ചെരിപ്പെടാതെ നടക്കണേനാന്ന്. കാല് വേദന ഇടിക്കുകയല്ലേ? കാല് വേദന ഇടിക്കുകയല്ലേ? അമ്മ ചെരിപ്പെടാതെ നടന്നാലേ കാല് വേദന ഇടിക്കുകയില്ലെന്ന് ചോദിച്ചു. ചെരിപ്പിടുന്ന കാര്യം മറന്നു പോവാണോ ഇപ്പം? ആ, ചെരിപ്പിടുന്ന കാര്യം മറന്നു പോവുകയാണോ ഒന്ന്? അത് ചെരിപ്പിടാതെ നടന്നിട്ടല്ലേ? ചെരിപ്പിടാതെ എന്തിനാ പുറത്തിറങ്ങിയേ? ഏത് വണ്ടിയാ? വണ്ടി അത് എടുത്തിടണം. ഇന്നലെ സിനിമയ്ക്ക് പോയിട്ട് വന്നപ്പോൾ എടുത്തിട്ടല്ലേ? ഇതിവിടെ കിടക്കുന്നത് മൂടിയിടണം. അത് കഴുകിയിട്ട് വേണം മൂടിയിടണം. ഇത് എൽസിയുടെ വണ്ടിയാ. എൽസിയുടെ വണ്ടി, എൽസിയുടെ. ആ, അവൾ ഓസ്ട്രേലിയക്ക് പോയില്ലേ? ജോലിക്കല്ല, ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് പോയി. ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് ഓസ്ട്രേലിയക്ക്. ഇന്ന് അവന് കുഞ്ഞുവാവ ഉണ്ടാവും. അവന് ഒരു കുഞ്ഞുവാവ ഉണ്ടാകുന്നുണ്ട് ഉണ്ണിക്കുട്ടന്. ഉണ്ണിക്കുട്ടനെ ഒരു കുഞ്ഞുവാവ ഉണ്ടാകുന്നുണ്ട് ഇന്ന്. കൊച്ചുണ്ടാകാൻ പോവാന്ന്. കൊച്ചുണ്ടാവും ഇന്നേ കുഞ്ഞു കൊച്ചുണ്ടാവും. 2 പേര് ഇതും കൂടെ ആകുമ്പോൾ. ഇരട്ടയല്ല, ആദ്യത്തേനും കൂടെ വന്നിട്ടുള്ളതല്ലേ ജോക്കുട്ടൻ. ചെരിപ്പെടാതെ. അമ്മയ്ക്കും അപ്പനും പ്രത്യേക ജോലിയൊന്നും. അമ്മയ്ക്കും അപ്പനോ? കൊച്ചുങ്ങടെയാ? കൊച്ചുങ്ങടെ അമ്മയ്ക്കും അപ്പനാ? ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്കും അപ്പനാണോ ചോദിച്ചേ? അമ്മ ചോദിച്ചതേ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയാണൊക്കെയാണോ ജോലി എന്ന് ചോദിച്ചേ? ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളുടെ അപ്പനും അമ്മയ്ക്കാണോ ജോലി? അവർ നേഴ്സാണ്. അവനവിടെ വേറെ എന്താ ജോലി ചെയ്യുക? ജോലി നേഴ്സാന്നേ. ഈ വീട് നമ്മളല്ലേ താമസിക്കുന്നേ? മറ്റാർക്കും കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ തന്നെയാണ് നടക്കണേ, താമസിക്കുന്നത്. ഇങ്ങോട്ടൊന്നും ആരും വരികയില്ല. ഇങ്ങോട്ട് വരുന്നവർക്ക് വല്ലവരും വന്നാൽ കിടക്കാം. നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ. അമ്മ അങ്ങനെ രാവിലെ കാപ്പുകൂടിയൊക്കെ കഴിഞ്ഞ് ഓണത്തിന് അന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. പുറത്തുകൂടെ ഇറങ്ങി. പക്ഷേ ചെരിപ്പിടുന്നില്ല. ഇപ്പോൾ ചെരിപ്പിടുന്ന കാര്യം തുടർച്ചയായിട്ട് മറന്നു പോവുകയാണ്. ചെരിപ്പിടാതെ നടക്കുന്ന ആളല്ലായിരുന്നു. അകത്തുകൂടെയും പുറത്തും ചെരിപ്പിടുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഇന്നലെ ഇതുപോലെ തന്നെ ചെരിപ്പിടാതെ പുറത്തുകൂടെ ഇറങ്ങി പത്രം എടുക്കാൻ പോയി. രാവിലെ നടക്കാൻ ഇറങ്ങിയ കാര്യം പറയുകയോ ചെയ്തേ? നടക്കാൻ ഇറങ്ങിയ കാര്യം പറയുകയോ ചെയ്തത്? അമ്മ ചെരിപ്പിടാതെ നടക്കാൻ ഇറങ്ങിയില്ലേ? ചെരിപ്പിടുന്ന കാര്യം മറന്നുപോയി. ആ കാര്യം പറയുകയോ ചെയ്തേ? അത് വിവാൻ്റെ ചെരുപ്പല്ലേ? അമ്മയുടെ ചെരുപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഇതിനകത്തൊക്കെ നടക്കുമ്പോൾ വേദന ഇടിക്കുകയല്ലേ? എങ്ങോട്ടാ പോണേ? ഇനിയിപ്പോൾ അകത്തോട്ട് പോവാം. അകത്തോട്ട്. പിന്നെ എവിടെയാ പോണേ? കാല് കുത്താൻ. പിന്നെ ചെരുപ്പ് നടന്നാൽ പിന്നെ അത് ചെരുപ്പിടാതെ നടന്നാൽ പിന്നെ വേദന ഇടിക്കുകയല്ലേ? ഏത് വീട്ടിൽ? അവിടെ നിൽക്കി, ചെരുപ്പ് എടുത്തോണ്ട് വരാം. അവിടെ നിൽക്കി. എന്നാ ചെരുപ്പിടാതെ ഉണ്ടോ പിടിക്കുക. ഇപ്പം ചെരുപ്പിടുന്ന കാര്യം മറന്നു പോവാ അല്ലേ? ഇപ്പം ചെരുപ്പിടുന്ന കാര്യം മറന്നു പോവാ. പിന്നെ മീറ്റിനകത്തോടെ ഇറങ്ങി കാല് വേദന ഇടിക്കില്ല.
ആ കയറ്റി പോയത്. കയറ്റി പോയതാണോ? എന്നാൽ അകത്തോട്ട് കയറുവാണോ? എന്നാ ചെയ്യുന്നത്? അകത്തോട്ട് കയറുവാണോ? കുറവോ? അകത്തേക്ക് കയറുവാണോ നടക്കുവാണോ എന്ന്? പിന്നെ നടക്കുവാണോ അതോ അകത്തേക്ക് കയറുവാണോ എന്ന്? ആരാ? അമ്മ. ഞാനോ? ആ എന്നാ വേണം അങ്ങോട്ട് കയറാം. അതിലെയോ? എന്നാ അതിൽ നടന്നോ. ആരാ ഏതാ? ഈ ചെളിക്കാണ് അതും ഇവിടെ ഓലഞ്ഞാലി. ഓക്കെയാ. മരംകൊത്തിയാന്ന് തോന്നുന്നു. മരംകൊത്തി. കശവൻ ചലിച്ചാൽ മറ്റാ. കശവൻ എന്നല്ല പറയണേ. എങ്ങനെ ഇപ്പോണ്ടോ ആ വണ്ടിയൊക്കെ അതിലേ പോകുന്നുണ്ട്. ഓണമല്ലേ? എന്നെ കയറ്റി പൊരിക്കാത്തോട്ട്. എന്നാൽ ഇതിലേ വാ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. അയ്യോ നേരെ ചെരിപ്പടാതെ നടന്ന അമ്മ പുറത്തിറങ്ങി നടക്കേണ്ട കാര്യമുണ്ടായിരുന്നു. ഇതാരെയാ? അത് എൽസിയുടെ വണ്ടിയാണ്. എൽസിയുടെ വണ്ടിയാ. പരിശീലിയോ? ആ അവളവിടെ പോയതാ. അവൾ ഓസ്ട്രേലിയക്ക് പോയില്ലേ? ഓസ്ട്രേലിയക്ക് പോയി. പിന്നെ വന്നോ? ഇല്ല അവൾ 4 മാസം കഴിയുമ്പോഴേ വരുള്ളൂ. ഇവിടെ ഉണ്ടോ? ഇല്ല 4 മാസം കഴിയും. 4 മാസം കഴിയും. അവൾ വരാനോ? ആ അതിനോ? അവിടെ കൊച്ചിനെ നോക്കാൻ പോയതല്ലേ? കൊച്ചിനെ നോക്കാൻ പോയതാ. പ്രവീണിൻ്റെ കൊച്ചിനെ. ഇപ്പം വേറെ ആരും ഇല്ലേ? ഇവിടെ ആരുമില്ല. 2 പേരും കൂടെയല്ലേ പോയേക്കണേ. പിന്നെ കൊച്ചിനെ അവളെ വളർത്താൻ പോയതാ. ആ വളർത്താൻ പോയതാ. അയ്യോ അതിൻ്റെ വായു പോകുമല്ലോ ആരുടെ? പെണ്ണിൻ്റെ ഏത്? പെങ്കച്ചിൻ്റെ. എങ്ങനെ? ഇതിനെല്ലാം പോകുമ്പോൾ അതിനെ ഭാവിയാണ്. ഇപ്പോൾ ചുമ്മാ ഇരിക്കുമല്ലേ? വേറെ പണിയൊന്നുമില്ലല്ലോ. ആരാ അവളെ നോക്കാൻ? വേറെ പണിയൊന്നുമില്ലല്ലോ. ചുമ്മാ ഇരിക്കുമല്ലേ? വീട്ടിൽ ചുമ്മാ ഇരിക്കുമല്ലേ അവള്? എങ്ങോട്ടാ പോകുന്നത്? ചേണ്ട അങ്ങോട്ട് പോയി കിടന്നു വന്നാ. എങ്ങോട്ടാ പോകുന്നത്? ഇന്ന് എങ്ങും പോണില്ല. ഇവിടെയാണ്. ഇവിടെയാണോ കിടക്കണം? ആ അവിടെയല്ലേ കിടക്കണേ. പിന്നെ എനിക്ക് വീട്ടിലോട്ട് പോകണോ? വീട് ഇതാ. വേറെ വീടൊന്നുമില്ല. വേറെ വീടൊന്നും ഇല്ലെന്നേ. ഇല്ലേ? ഇല്ല നമ്മുടെ വീട് ഇതല്ലേ. ഇവിടെ കിടന്നാൽ മതിയോ? പിന്നെ അവിടെ കിടന്നാൽ പോരെ. ഇവിടെ താമസിക്കുന്നവരുടെ പേരെന്നോ? ഏലിക്കുട്ടി. നിങ്ങളൊക്കെ അല്ലേ? ആ ഏലിക്കുട്ടിയും കുടുംബവും. അമ്മയും അപ്പനും ഉണ്ടോ? അമ്മയേ ഉള്ളൂ. അപ്പനില്ല. മരിച്ചു പോയ. ഇവരുടെയൊക്കെ വീട് എവിടെയാ? ആരുടെ? ഇവിടെ താമസിക്കുന്നത് ഇവിടെ താമസിക്കുന്നവരെ വീട് ഇത് തന്നെയായിരുന്നു. ഇവിടെ എവിടെയാണ്? ആ പോയി കിടന്നോ? ഇച്ചിരി നടന്നതല്ലേ? ഇവിടെ കിടന്നേച്ച് പിന്നെ ഏറ്റു പോകണമല്ലേ? എവിടെ? വേറെ എങ്ങും പോകാനില്ല. വീട്ടിലോട്ട്? ഇല്ല ഈ വീടേ ഉള്ളൂ. എവിടെ? ഞങ്ങളുടെ വീട്ടിലേക്ക് പോകണം. ഞങ്ങളുടെ വീട് എവിടെയാ? അവിടെയുണ്ട്. എവിടെ? പള്ളിയുടെ അടുത്ത്. ആ ശ്രീബാപുരം പള്ളിയുടെ അടുത്തുള്ള വീട് ഇതാ. ശ്രീബാപുരം പള്ളിയുടെ അടുത്തുള്ള വീട് ഇതാന്നേ. വേറെ വീടൊന്നുമില്ല. ആ ഇല്ലേ 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 എന്തോ ഇല്ലേ? ആൾക്കാരില്ലേ? ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എങ്ങോട്ട് പോകണം? അയ്യോ അയ്യോ. ഇതാ ഏലിക്കുട്ടിയുടെ വീട്. ബിബീനയല്ലേ ഇരിക്കുന്നത് കണ്ടില്ലേ? എന്നാ ഇതാന്ന് ഏലിക്കുട്ടിയുടെ വീട്. വീടോ? ആ പിന്നെ പിന്നെ ഏതാ? ഇതുണ്ടല്ലേ അവൾ ഇരിക്കുന്നത് കണ്ടില്ലേ? ഇത് ഞാറവളോദരക്കട്ടെ വീട്. ഏലിക്കുട്ടിയുടെ വീട്. ശ്രീബാപുരം പള്ളിയുടെ അടുത്തുള്ള വീട്. ആര്യ? ശ്രീബാപുരം പള്ളിയുടെ അടുത്തുള്ള വീട്. അതല്ലേ ഏലിക്കുട്ടിയുടെ വീട്? ശിവാപുരം പള്ളി എൻ്റെ അടവുകയല്ലേ? ആ പോണല്ലേ എവിടെ നിൽക്കുക? എങ്ങും പോണില്ല. എവിടെ നിൽക്കുക? പോയി എങ്ങും പോകുന്നില്ലെന്നേ. പിന്നെ ഇനി എവിടെ കിടക്കാൻ പോവാം? ആ ഇവിടെയല്ലേ കിടക്കണേ. എന്നും ഇവിടെയല്ലേ കിടക്കുന്നേ. ഇവിടെ കിടന്ന് ആരാ നോക്കണം? ഞങ്ങളൊക്കെ നോക്കണേ. ഇപ്പം ഇത്രയും നാൾ ആരാ നോക്കിക്കൊണ്ടിരുന്നേ? അവരൊക്കെ തന്നെ നോക്കും. ആ ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരുന്നവരൊക്കെ തന്നെ നോക്കും. അയ്യോ എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. കിടക്കത്തില്ലേ മുറി? അയ്യോ കിടക്കണേ കിടക്കണേ കിടക്കണേ. വായോ വായോ. എന്നാ കിടത്താൻ വായോ. കിടത്താൻ വന്നോ? എല്ലാം ശരിയാക്കിയേ. ഇനി എല്ലാവരും എന്നെ
വിളിച്ചോണ്ട് പൊക്കോണ്ടാ മതിയേ. എനിക്ക് വീടുമില്ല, നാടുമില്ല, ആൾക്കാരുമില്ല, വീട്ടുകാരുമില്ല, കാരണവന്മാരുമില്ല, മക്കളുമില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ എവിടേക്ക് പോവും? ഞാൻ എങ്ങോട്ടാ പോണേ? എനിക്ക് ആരാ ഉള്ളേ എന്നെ കൊണ്ടുപോകാനും നോക്കാൻ? ഞാൻ എന്താ ചെയ്യും? ഈശോയെ, എൻ്റെ ഈശോയെ, എൻ്റെ ഈശോ എന്നെ ഉപേക്ഷിച്ചു. എൻ്റെ ഈശോയെ, എന്നെ ഉപേക്ഷിച്ചു. ഞാനിത് കാണിച്ചിട്ടാ ഞാൻ ഇത്രയും കടുപ്പപ്പെട്ട കാര്യങ്ങൾ എന്നതാ ചെയ്ത ഈശോയെ? എനിക്കറിയത്തില്ല. എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ഈശോ. എനിക്ക് മാപ്പ് തന്നെ, മാപ്പ് തന്നെ, മാപ്പ് തന്നെ. എന്നെ വീഴ്ച കിടത്തല്ലേ, എനിക്ക് മാപ്പ് തന്നെ. ഒരു മക്കളെ മായിരിക്കണ കേട്ട് എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. എൻ്റെ ഈശോയെ എന്നെ വിളിക്കാമോ? എൻ്റെ ഈശോയെ എന്നെ വിളിക്കാമോ? എൻ്റെ ഈശോയെ എന്നെ വിളിക്കാമോ? വേറെ ആരും എന്നെ വിളിക്കണ്ട. എനിക്ക് വേണ്ട, എനിക്ക് ഇഷ്ടമില്ല വേറുള്ളവരെ. എൻ്റെ എല്ലാം എല്ലാം എൻ്റെ ഈശോ മാത്രം, എൻ്റെ സർവ്വതും. എൻ്റെ ഈശോ എൻ്റെ കൈവിട്ടാൽ ഞാൻ ആഴത്തിലേക്ക് പോകും. എനിക്ക് എന്തോ ഇല്ല, എന്തോ ഇല്ല. പോവാണ് ഇരിക്കത്തില്ല. കിടക്കണില്ലേ? ഇവിടെ നിൽക്കണം. കിടക്കാൻ പോകുന്ന പറഞ്ഞിട്ട് കിടക്കുന്നില്ല. എവിടെയെങ്കിലും ഇരിക്കും കിടപ്പുണ്ട്. കിടക്കണില്ലെന്ന് പറഞ്ഞ് കിടക്കുവാന്ന് പറഞ്ഞിട്ട് കിടക്കുന്നില്ലാത്തോണ്ട് ചോദിച്ചു. ഒന്നും ചെയ്യുന്നില്ല. വേറെ എങ്ങോട്ടും പോകണ്ട. ഓസ്ട്രേലിയയിൽ ഞങ്ങൾക്കുണ്ടായ ബേബി ബോയ്. ഓണസദ്യ ഉണ്ടാകാൻ പോലെ. അപ്പോൾ കറിയൊക്കെ ഇടുന്നു. ഏ ഓണസദ്യ 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 ഓണസദ്യ. ഓണത്തിൻ്റെ ആ ഓണമല്ലേ, തിരുവോണ എന്ന്. ആ തൊട്ട് തൊട്ട് വെച്ചാൽ മതി. പിന്നെ അവിടെ ഇരുന്ന് പോകും. വിവാനൊന്നും വെക്കണ്ടായിരുന്നു, പപ്പായ്ക്ക് വെക്കണ്ട. ഇതും പൈനാപ്പിൾ കറി എനിക്ക് വേണ്ട. വിവാനും തിന്നി, വിവാൻ ഇച്ചിരി വെച്ചേര്. ഇതിലേതാ ഇടണ്ടേ? ഉണ്ടോ? പിന്നെ എല്ലായിടത്തും ഓണമുണ്ട്. മലയാളികൾ ഉള്ളിടത്തെല്ലാം ഓണമുണ്ട്. ആ മലയാളികളുടെ ആഘോഷമല്ലേ ഓണം അല്ലേ? ആ പണ്ടില്ല, ഇടകൊണ്ടില്ലാഞ്ഞല്ലോ. ഇടകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അങ്ങനെ ആഘോഷിക്കാത്തതുകൊണ്ടാണ് അറിയത്തില്ലാത്ത. അമ്മ അങ്ങനെ ആഘോഷിച്ചിട്ടില്ലല്ലോ ഓണം. അമ്മ ഒരു കറിയോ ചേനക്കറിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഉള്ള പരിപാടിയിലേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മയ്ക്കത്ത് പറ്റുകയില്ലായിരുന്നു, ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ടായിരുന്നു. എടാ, അത് മറ്റേ ആ സാധനം ഇങ്ങനത്തെ. അതിന്റെ പേര് ഏതാ? ഒരു വെള്ളമില്ലല്ലോ. വെള്ളപ്പം കൊണ്ട് തരും. പിന്നെ ഇപ്പം ഈ മുട്ടായി വല്ലതും തിന്നായിരുന്നോ? പതിവില്ലാത്ത ദാഹം എന്നാ? എനിക്ക് അത്രയും ചോറ് വേണ്ടായിരുന്നല്ലോ. ഏത് നിങ്ങൾ രാവിലെ ഒന്നും കഴിച്ചില്ല? രാവിലെ കഴിച്ചാലും കഴിച്ചില്ലേലും അത് ഉച്ചയ്ക്ക് കഴിക്കാറുള്ളൂ. ഇത്രയും വേണ്ട, എനിക്ക് പായസം വരിക കുടിക്കാനുള്ളതാ. അത് വിവാനല്ലേ? ഇതിലേതാ എന്റെ? നിന്റെ അതായിരിക്കും. എനിക്ക് ചോറ് ഇത്ര വേണ്ട, എനിക്ക് ഇത്ര ചോറ് വേണ്ട. ഞാൻ കഴിക്കാനെന്ന് അറിയാൻ ചുമ്മാ അവര് വിളമ്പി വെച്ച പോലെ എനിക്ക് എന്നാമേ എല്ലാറ്റോ അത് ആർക്ക് വിളമ്പി വെച്ചതാ? ഇതാ നിനക്ക് വേണ്ടി വെച്ചതാ പറഞ്ഞത്. അത് അവൻ്റെതാ. ചൂട് പറഞ്ഞ പൈസ അത് മതിയായിരിക്കും. നീ എന്തിനാ പോരണേ? ചട്ടിയോടെ എല്ലാം എടുത്തു. എവിടെ ഇരുന്നോ? കൈ കഴിയിട്ട് വന്നിരുന്നോ? ആ കൈ കഴിയിട്ട് വാ. ചേർത്തീറ്റക്കാരനാണ്. കൈ കഴിയിട്ട് വാ. വാ കൈ കഴിയിട്ട് വാ. അമ്മച്ചനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വാടാ. കൈ കഴിയോ? വാ. ഒരുത്തീരം തീറ്റ തുടങ്ങി. നേരത്തെ വെച്ചക്കാണോ?
അപ്പൊ എല്ലാം സമയത്തിന് തിന്നണം. നിങ്ങളൊക്കെ അത് തിന്നിയല്ലോ. ഉപ്പൊന്നും അവിടെ എനിക്ക് വേണ്ട. ഉപ്പ് ഉപ്പ് എനിക്ക് ഉപ്പ് മാത്രം കൊടുത്താൽ മതി. ബാ ഇവിടെ വന്നിരി. എനിക്ക് ഉപ്പ് വേണ്ടെന്നേ. അമ്മച്ചിക്ക് ഇച്ചിരി ഉപ്പ് നടുക്കോട്ട് ഇട്ട് കൊടുക്കേ. ഇത്രയൊന്നും വേണ്ട, ഇച്ചിരി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ശകലം ഉപ്പിട്ടാൽ മതി. ഇതെന്നാ പരിപാടി? ഓണാഘോഷം, ഏ? തിരുവോണം. ആ. അതിൻ്റെ ശക്തിയാണല്ലേ? ആ, ഓണസദ്യ. അപ്പം നമ്മുടെ ഓണസദ്യ ആരംഭിച്ചിരിക്കുകയാണ്. ഗവൺമെൻറ് വെക്കണമാണോ? ഗവൺമെൻറ് വെക്കുന്നതല്ല, മോളാ നമ്മൾ വെക്കണതാ. ഗവൺമെൻറ് ഓണസദ്യ എല്ലാം വെക്കുമോ? ഇപ്പം പൈസ കൊടുക്കണമെങ്കിൽ നമ്മൾ വേണ്ടേ? ആ, പൈസയൊക്കെ നമ്മൾ മുടക്കണം. നമ്മൾ നടത്തുമ്പോൾ നമ്മൾ മുടക്കണ്ടേ? ആ, കഴിക്കാൻ പറ്റുക. നല്ലതാണോ അമ്മേ എന്നതാ ഇതൊക്കെ? ഇതോ? ആ, ഞാൻ കഴിച്ചില്ലല്ലോ. അപ്പൊ ഇത് വായി വെച്ചായിരുന്നു. ഇല്ല. ആ, എന്നാ വായി വെച്ച് നോക്കട്ടെ, നല്ലതാണോ നോക്കട്ടെ. ഇതെല്ലാം കൂട്ടി, ഈ കറിയൊക്കെ കൂട്ട്. ആ, കുഴപ്പമില്ല. ഈ കറിയൊക്കെ കൂട്ട്. അത് ഇഞ്ചിക്കറി, ഇത് ക്യാബേജ് തോരൻ, ഉം. ഇത് മധുരക്കറി, പൈനാപ്പിൾ കറി, ഉം. അത് അവിയല്, ഉം. ഇത് സാമ്പാർ, ഉം. ഇത് പച്ചടി, ഉം. ഇത് പപ്പടം, ഉം. പായസം, ഉം. പഴം. ഉം. പോരെ പോരെ? പോരെ, അമ്മ പറ പോരേന്ന്. മതി മതി മതി. ആ, ഇപ്പൊ ഇത് കഴിച്ചു കഴിയുമ്പോ പായസം തരും. അതെയാ? അധികം അല്ലേ? ഉം. ആ, എല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കിയത്. നാളെ കൂടെ കഴിക്കാം. ഞാനേ തന്നെ ഉണ്ടാക്കിയത്. ഉം. ആരും ഇല്ലായിരുന്നു സഹായിക്കാൻ. ആഹാ. ഒരു തേങ്ങ മാത്രം എന്റെ മകൻ ഒന്ന് പൊതിച്ചു തന്നു കേട്ടോ. ഉം. ആ, ഒന്ന് പോയി കിടന്നു അതിന്റെ ഇടയ്ക്ക് മടുത്തിട്ട് തല കറങ്ങുന്ന പോലെ ഏതാണ്ടൊക്കെ തോന്നി, അതുകൊണ്ട് പോയി കിടന്നു. ഇതിൻ്റെയൊക്കെ വാഴ അടിക്കല്ല. വാഴ അരച്ചിട്ടല്ല, അത് മൊത്തക്കറി പൈനാപ്പിൾ തിന്നല്ലേ. ഞാൻ തുറന്നു കൊടുത്തേ, ഒന്ന് എഴുകൂട്ടി കൊടുത്തേ. ഞങ്ങളുടെ ഓണസദ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല മധുരമാണ് കേട്ടോ പൈനാപ്പിൾ കറി. എന്നാണ്ട്? അതെ, പൈനാപ്പിള്. പൈനാപ്പിൾ മുന്തിരിങ്ങ, ഏ? പൈനാപ്പിൾ മുന്തിരിങ്ങ, പിന്നെ ചക്കയോ അപ്പൊ എല്ലാരും കിട്ടും. എലിക്കുട്ടിയെ നോക്കിയേ. അങ്ങ് നോക്കി. അങ്ങ് നോക്കാണ്ട് വിവീനയുടെ കയ്യിലോട്ട് നോക്കിയേ. ഇവിടെ ഇവിടെ ഇതേ അവിടെ അവിടെ നോക്കിക്കേ. ഇവിടെ നോക്കിയാൽ എന്താണ്? അങ്ങനെ നോക്കിയില്ല, അവിടെ ആരൊക്കെ ഇരിപ്പണം നോക്കിയത്. അതിനകത്ത് ആരൊക്കെ ഉള്ളതെന്ന് നോക്കി. അമ്മ പൈനാപ്പിൾ കറി തിന്നുവാ. മധുരത്തിൽ ഇഞ്ചിക്കറി കൂട്ടിയില്ല അമ്മ. ഇഞ്ചിക്കറി കൂട്ടിയില്ല അപ്പുറത്തത്, മധുരക്കറിയുടെ അപ്പുറം ഇരിക്കുന്നത്. അവിടെ കാണിച്ചോളൂ. ഇത് തിന്നാവേ, ഇത് തിന്നേ. അതിനാ നോക്കി. അത് തിന്നേ. എന്നാ പുളി ഇച്ചിരി ഉപ്പ്. ഇച്ചിരി പുളി ഇച്ചിരി ഉപ്പും മധുരയില്ലേ, അതൊന്ന് അതൊന്ന് തിന്ന് ഇച്ചിരി കൂടെ തിന്ന് നോക്കിയേ. ഉപ്പ് രസമുണ്ടോ? ഇനി മധുരം ഉണ്ടല്ലോ. ഇച്ചിരി തിന്ന് നോക്കിയില്ല അതിന്റെ കൂടെ. വേറെ ഒന്നുമില്ല. അതിന് മധുരമുണ്ട്. പിന്നെ വയറുണ്ട്. അതിന് മധുരമുള്ളൂ. മറ്റേതിന് മധുരമുണ്ട്. മറ്റേതിന് ചെറു പുളി കട മധുരം, അതിന് മാത്രമേ മധുരമുള്ളൂ. ഉപ്പ്. ദൈവമേ, കറിക്ക് വരെ മധുരം ഇട്ട് കൊടുക്കണമെന്നാ പറയണേ. ഇല്ല, എലിക്കുട്ടിക്ക് മാത്രമുള്ള കറി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് മധുരം ഇട്ട് കൊടുക്കാം. എരിവ് എല്ലാം ഉണ്ട്. അമ്മമാരും അപ്പന്മാരും ആരും വന്നില്ല. അമ്മയല്ലേ ഇവിടെ ഇരിക്കുന്നേ? അമ്മ എവിടെ ഇരിക്കുന്നേ? അല്ലെന്നേ ഞാനെന്ന് പറഞ്ഞാൽ ഇത്ര പ്രായമാവില്ല. എൻ്റെ പ്രായം തന്നെ എൻ്റെ അമ്മയുടെ കാര്യമാണ്. അതിന് എനിക്കറിയത്തില്ല. അഞ്ചെന്ന് അമ്മമാരൊക്കെ പോയില്ലേ? ഇതോ ഇത് തിന്നില്ലല്ലോ. ഇതിന് മധുരമുണ്ട്, ഇതിനും മധുരമുണ്ട്. മധുരയില്ലേ? എനിക്ക് ഉപ്പുമുണ്ട്, ചെറിയ പുളിയുണ്ട്. പപ്പടം അവിടെ ഇരിപ്പുണ്ട്. പഴം പപ്പടം എടുത്തത് എന്നാ ഇഞ്ചിക്കറി തിന്നത്തെ. ഇഞ്ചിക്കറിയൊന്നും വേണ്ടേ? ഇഞ്ചിക്കറി വേണ്ട, മധുരക്കറി വേണ്ട, അവിയൽ വേണ്ട, അച്ചാറ് വേണ്ട. ആരും അച്ചാർ കുറവ് ആരും എടുത്താറില്ല. പായസവും വേണ്ട. പായസം കുടിക്കുന്നില്ലേ? ഇച്ചിരി കുടിച്ചു നോക്കടാ. പായസം, പപ്പടം പഴം പായസം കഴിച്ചു നോക്കടാ. നല്ലതാണോന്ന് അറിയാമ്പാ. ഇതല്ല അതെ, പിടിച്ചോണ്ടിരിക്കുക മധുരക്കറിയേര്. അത് നല്ലതാണെന്ന് വേഗം കഴിച്ച് പായസം തരാം. അതെല്ലാം മാറി തന്നെ വേഗം. അതെല്ലാ കറികളും കൂട്ടി ഇളക്കി തിന്നേ. ഇതില്ലേ? പഴത്തില്ലടി.
പപ്പടം ഇട്ടില്ലേ? മാന ഇച്ചിരി ഇത് തിന്നു നോക്കിയത് നല്ലതാണെന്ന് അത് തിന്നു തരാം. പപ്പടം പഴം പായസമാണ്. എല്ലാം ഇരിക്കുമല്ലോ അപ്പം തിന്നേ. ഇതൊക്കെ തിന്നും. തിന്നാവുന്നപ്പോൾ തിന്നോ. ആ അത് മതി. എന്നിട്ട് മാവേലി ഒന്ന് വേറെ തപ്പി നോക്കുന്നില്ല പറഞ്ഞ തപ്പി തന്നിട്ടുണ്ടല്ലേ മാവേലി വന്നേ വൈകിട്ട് വന്ന് വേറെ തപ്പി നോക്കുന്നല്ലേ സദ്യ ഓണസദ്യ തന്നിട്ടുണ്ടില്ലെങ്കിലേ മാവേലി വൈകിട്ട് വന്ന് വേറെ തപ്പി നോക്കുന്നു. എനിക്ക് തിരിയില്ല. മാവേലി മാവേലിയോ? ആ മാവേലി ചെല്ലുന്നു വരുന്നതെന്ന് വരും. വൈകിട്ട് വന്ന് വേറെ തപ്പി നോക്കുന്ന പറഞ്ഞ സദ്യ ശരിക്കും ഉണ്ടില്ലെങ്കിൽ ഇഞ്ചിക്കറിയും തിന്നു. മധുരോടെല്ലാം കഴിയും. എടുക്കുന്നുണ്ട് പാടാ. പിന്നെ വയസ്സായാലും ബുദ്ധിമുട്ടും. പായസം ഇങ്ങോട്ട് തന്നെ 2 സ്പൂൺ ഇടേ. അമ്മ വേഗം കഴിച്ചത് എന്നിട്ട് ഇച്ചിരി പായസം തരാം. അത് നല്ല മധുരമാണ്. തൊട്ട് നക്കിക്കൊണ്ടിരിക്കാതെ വേഗം ആട്ടെ. തണുത്ത് പോകും. വെട്ടി വെച്ചില്ലെങ്കിൽ വേഗം കഴിക്കാതല്ല. അതെല്ലാം വേഗം കഴിക്കും. ആ പപ്പടം എല്ലാം അവിടെ കെട്ടി വെച്ചത് വേണേ അവിടെ തണുത്ത് പോകും. നന്നായിട്ട് വേറെ കിടക്കാത്ത രീതിയിൽ കെട്ടി വെക്കും. അമ്മച്ചിക്ക് ഒരു കപ്പ് ചെറിയ കപ്പിന് എടുത്തിട്ട് ആ കപ്പിനകത്ത് കൊടുക്കാം പായസം. അതിലൊക്കകത്ത് കൊടുത്താൽ കുടിക്കുകയില്ല. ഒരു അരക്കപ്പ് കൊടുക്കേ. പിന്നെ വേണമെങ്കിൽ കൊടുക്കാം. മതി മനെ കഴിഞ്ഞ് കുടിച്ചിട്ട് കൊടുക്കാം. പായസം ഇരിപ്പുണ്ടോ ആ കപ്പിനകത്ത് കുടിച്ചേ. എന്നാ പറയണം? നല്ലതാണോ? എന്നതാ എന്നതാ അരിയോ? പായസം. വേറെ ആളുടെ കൂടെ ഉണ്ട് പായസം. അടപ്രഥമൻ. പഴം. ഒരെണ്ണം വരും. ഇനി വേണോ ഇച്ചിരി കൂടെ പായസം? പായസം ഇച്ചിരി കൂടെ വേണ്ട. ഇച്ചിരി കുടിക്കാം. എന്നാ വെള്ളം കൂടെ കുടിച്ചു. ഇച്ചിരി കൂടെ തരാം. എങ്കിൽ ഇച്ചിരി കൂടെ തരാം. എന്നാ ഉണ്ടോ? നല്ല വിലയുള്ള അല്ലേ? ആണോ? നല്ല ഭംഗിയാ. ആണോ? ആരാ? ആരാ? അത് ഓരോരുത്തരെ അവിടെ വെച്ചിരിക്കുക. വെച്ചിരിക്കണ കാണാൻ. വിവീനയുടെ സമ്മാനങ്ങളാ. വിവീനായി കിട്ടിയ സമ്മാനങ്ങളാ. എവിടുന്നാ? അതൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് കിട്ടുന്നതാ. ഓരോ സ്ഥലത്തുനിന്നൊക്കെ കിട്ടുന്നതാന്നേ. വിവീനായിട്ട് പഠിത്തത്തിനും മത്സരത്തിനും ഒക്കെ കിട്ടിയത്. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും ഓണസദ്യ കഴിഞ്ഞിരിക്കുകയാണ്. എലിക്കുട്ടിയമ്മ അങ്ങനെ പായസം കോരി കുടിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമാണ്. എന്നായാലും ഇത്തിരി അധികമായി. പിന്നെ കുഴപ്പ പിന്നെ വേറെ അസുഖങ്ങളാക്കി. വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.